ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്നുള്ള പോലെയുള്ള വിശേഷങ്ങളല്ല ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ജസ്റ്റ് ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ഭാഗം കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നും ഇതുതന്നെയാണോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് പോകാൻ നിൽക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സക്കിയക്കുട്ടീൻ്റെ സ്കൂളിൽ കോൺവെക്കേഷനും പ്രോഗ്രാമും ഒക്കെയാണ്. അപ്പോൾ LKGയും UKG ഒക്കെ കഴിഞ്ഞു. അവർക്കുള്ള ഒരു ആദരവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ദാ രാവിലത്തെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും സക്കിയക്കുട്ടിയും കൂടെ ബസ്സിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷഫീഖ പണിക്ക് വന്ന സമയത്ത് ഞങ്ങളെ റോട്ടിലാക്കി തന്നു. അവിടുന്ന് ബസ് കയറി ഇതാ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം 9:15 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കറക്റ്റ് 9 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സക്കിയക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ പ്രോഗ്രാം അല്ലേ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു തരും കേട്ടോ. ഞാനിപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോവുകയാണ് സ്കൂളിൻ്റെ ഉള്ളിൽ. സ്കൂളിലെത്തിയത് ക്ലാസ്സിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് സക്കിയക്കുട്ടി എന്നെയൊന്നും നോക്കാതെ ഓടി ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് മാം എന്നോട് കുറേ ചിരിച്ചും ചെയ്ത് സംസാരിച്ചും ചെയ്തു. ഞാനും കുറേ വർത്താനൊക്കെ പറഞ്ഞു. ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആരും ഇല്ലാതെ ആദ്യം ഫസ്റ്റ് സക്കിയക്കുട്ടിയാണ് ക്ലാസ്സിലെത്തിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ അവരെ ക്ലാസ്സിലാക്കിയിട്ട് പിന്നെ താഴെ ആണ് പിന്നെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടേക്ക് വന്നപ്പം അവിടെ ആരും ഇല്ല കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 9:30 എന്ന് പറഞ്ഞത് 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങുമ്പോൾ തന്നെ. പ്രയറൊക്കെ കഴിഞ്ഞപാട് തന്നെ പിന്നെ ഒരു വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു LKG ക്ലാസ്സിലെ കുട്ടികളത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ അവർ ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. വെള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് തന്നെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും കാണാൻ തന്നെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പാട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞങ്ങൾ ക്ലാസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും കേൾക്കാൻ പറ്റിയില്ല. കാണാൻ പറ്റിയില്ല. ഉമ്മി വീഡിയോ എടുത്തോണ്ടാ കണ്ടേ. അതിനല്ല ഉമ്മി എടുത്തു തന്നത് വീഡിയോ. ക്ലാസ്സിൽ എന്തായിരുന്നു പണി? ക്ലാസ്സിൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു. മാമാര് ഗിഫ്റ്റൊക്കെ റെഡിയാക്കിയിരുന്നു. പിന്നെ സൂപ്പറായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ ഞങ്ങൾ ലഡുവും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഉമ്മ താഴെയായിരുന്നു. ഇനി നമ്മളെ ഷബീർ സാറ് പറയുന്ന കേൾക്കാം. അതെ, നമ്മുടെ പ്രിൻസിപ്പൾ ഷബീർ സാറില്ലേ ക്രസന്റ് സ്കൂളിന്റെ. പ്രിയപ്പെട്ട അധ്യാപകരെ, ഇന്നിവിടെ ഈ ഒരു കോൺവെക്കേഷൻ സെറമണി പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട UKG വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ 35 വർഷക്കാലമായി പനമരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് പൈക്കസ്, പനമരം ഇസ്ലാമിക് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി. ഈ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമായിട്ടുള്ള നമ്മുടെ ക്രസന്റ് പബ്ലിക് സ്കൂൾ പനമരം ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ വിദ്യാഭ്യാസ ചിന്തകൾക്കുണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളത്. ആ വഴിക്കും അല്ലാതെയും പരിചയക്കാരൻ ധാരാളം പേരെ കാണാനാവും. ഞാൻ
പങ്കെടുക്കുന്ന പരിപാടിയിൽ ആരാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോ എന്നെ വിളിച്ചയാൾ പറഞ്ഞു പാരന്റ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഈ പാരന്റ്സ് എന്ന് പറഞ്ഞപ്പോ കുറച്ച് മുതിർന്ന പാരന്റ്സിനെയാണ് പ്രതീക്ഷിച്ചത്. ഇതിപ്പോ ഏതാണ്ട് ഒരു +2 ക്ലാസിന്റെ സ്വഭാവം മാത്രം തോന്നുന്ന പാരന്റ്സ് ആണ് എന്നെ മുമ്പിൽ ഇരിക്കുന്നത്. എനിക്കും കുറച്ച് പ്രായം കുറഞ്ഞു വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കുറച്ചു കാലം. അന്ന് സ്കൂളിൽ പഠിച്ച ചില ആളുകളുടെ മുഖമൊക്കെ ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ഒരു ഗാദറിങ്ങിന് മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഇതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ മുൻപിൽ നിൽക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. നിങ്ങള് KG പഠിക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒന്നിലധികം കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരുമാണ്, ഉപ്പയും ഉമ്മയുമാണ്. ഒരുപക്ഷെ കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്നത് ഈ കാലത്താണ്. KGയിലും LPയിലുമാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ. അളവ് എടുത്ത് നോക്കിയാൽ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്നത് ചിലപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും ഒക്കെ ആയിരിക്കും. പക്ഷെ ഏറ്റവും അളവ് കൂടുതൽ പഠിക്കുക ചെറിയ പ്രായത്തിലാണ് എന്നാണ് പറയുന്നത്. അവരുടെ തലച്ചോറ് അത്ര വേഗത്തിലാണ് വികസിക്കുക. എന്താണോ ചുറ്റും കാണുന്നത് അത് അതുപോലെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് കുട്ടികൾ. അതുകൊണ്ട് അവരെന്താവണം എന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ തീരുമാനിക്കാനാണ്. നേരത്തെ പ്രിൻസിപ്പൽ നിങ്ങളോട് സൂചിപ്പിച്ചു, നിങ്ങൾക്ക് പ്രഷർ ഒന്നും കൊടുക്കരുത് എന്ന്. പ്രഷർ ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങൾ അവരുടെ മുമ്പിൽ വരച്ചിടാൻ പറ്റും. അവരെന്താവണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹം പറഞ്ഞാൽ അത് കുഴപ്പമാവില്ല. ആഗ്രഹം പറയരുത്. പക്ഷെ കുറേ സംഗതികൾ നമുക്ക് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ അവരിൽ ഏതെങ്കിലും വഴി ചെന്നുവിടും. ഈ രണ്ടാമത് സംസാരിച്ചത് എന്നെ പഠിപ്പിച്ച എൻ്റെ സാറ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ മക്കളുടെ സ്കൂളിൽ ഈ ഒരു ദിവസം തന്നെ സാറിനെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചതിൽ ഞാനും ചെറുതായിട്ടല്ല നല്ല രീതിക്ക് തന്നെ അഭിമാനം കൊള്ളുന്നുണ്ട്. ഈ ഒരു സമയത്ത് സാറിൻ്റെ സംസാരമൊക്കെ കേട്ട സമയത്ത് പണ്ട് ആദ്യത്തെ ആ ഒരു കാലത്തേക്ക് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് സാറ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പാരൻസ് കേൾക്കേണ്ട കാര്യം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കേൾക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അവിടെ സൗണ്ട് പോക്കാതെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ നമ്മുടെ മക്കൾക്കുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സന്തോഷമുള്ളൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. നമ്മളെ മക്കളിങ്ങനെ ഒന്നും അറിയാത്തൊരു കാലത്ത് സ്റ്റേജിൽ കയറുക, ഈ ഒരു വേഷത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്നുള്ളത് ചില മക്കൾക്കൊന്നും ഒന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അവർ കയറി നേരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിക്കൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ ഒരു നിഷ്കളങ്കമായ മനസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം അല്ലേ. Finally, Zakia Fatima KS from UKGC. Zakia Fatima KS. Thank you, Ahmad sir. Thank you so much for your valuable time. Next we have the photo session of class UKGC on the stage. UKGCയിലെ ലാസ്റ്റ് സ്റ്റുഡൻ്റ് ആണ് കേട്ടോ നമ്മുടെ സക്കിയക്കുട്ടി. Z ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആണ് ആൾ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ അതാ അവൾക്ക് അവരുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ക്ലാസ് ഫോട്ടോ ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും കഴിയുന്ന സമയത്ത് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഷെബി സാറിന്റെ എല്ലാ ഇരിക്കുന്നവരെയൊക്കെ ആദ്യം മുട്ടുകുത്തിയിട്ടു. പിന്നെ മുട്ടുകുത്തിയിട്ട് മുന്നോട്ടിട്ടു. പിന്നെ എല്ലാരെയും കാല് പുറത്തേക്ക് ഇട്ടിപ്പിക്കും. അങ്ങനെ ഷെബി സാറായിട്ട് എന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ലൈനപ്പായി. ഇതാ ഞാൻ പോണു യെല്ലോ ഡ്രസ് ഇട്ടിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചായയും ലഡുവും ഒക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ഉമ്മിക്കൂട്ടാൻ വന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങി പോണേ. കാണിച്ചു തരികയാണ് ഉമ്മീനെ. കുട്ടി കണ്ടിരുന്നു ഉമ്മീനെ? പിന്നെ ഞങ്ങൾ മെല്ലെ മെല്ലെ പോയിട്ട്
പിന്നെ എൻ്റെ വീട്ടിലെത്തി ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതാണ് സർട്ടിഫിക്കറ്റ്. സക്കിയ ഫാത്തിമ KS എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്തിയതിന് ശേഷമാണ് സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങള് സിപ്പപ്പൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. നല്ല തണുപ്പായിരുന്നു സിപ്പപ്പിന്. ചൂടാ. അപ്പൊ ഞാൻ കണ്ടോ എന്തിന് ചൂട്? വെയിലിന്. നല്ല ചൂടത്ത് ഞങ്ങൾ നല്ല സിപ്പപ്പൊക്കെ വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ട് വന്നില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ അല്ലേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.